ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിച്ച കാര്യം അത് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളുടെ പരിക്കാണ്. പ്രത്യേകിച്ച് പ്രതിരോധ നിരയിലെ പല താരങ്ങളെയും പരിക്ക് കാരണം അവർക്ക് നഷ്ടമായിരുന്നു. ഡേവിഡ് അലാബ പരിക്ക് മൂലം ഒരുപാട് കാലമായി പുറത്താണ്. എഡർ മിലിറ്റാവോക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഡാനി കാർവഹലിന് ഗുരുതരമായി പരിക്കേറ്റു. കൂടാതെ മറ്റു പല താരങ്ങൾക്കും ചെറിയ ചെറിയ പരിക്കുകൾ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതിലെ അപ്ഡേറ്റ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് നൽകിയിട്ടുണ്ട്. അതായത് വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കൂടുതൽ താരങ്ങളെ കൊണ്ടുവരാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നില്ല. ജനുവരിയിൽ ധൃതി പിടിച്ചുകൊണ്ട് താരങ്ങളെ കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനം റയൽ മാഡ്രിഡ് എടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ചില കാരണങ്ങൾ കൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കാസ്റ്റില്ല താരമായ റൗൾ അസെൻസിയോ ഇപ്പോൾ റയലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടുതലായി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചുവാമെനി സെൻട്രൽ ബാക്ക് പൊസിഷനിൽ വളരെ വേഗത്തിൽ അഡാപ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വരുന്ന ജനുവരിയിൽ സൈനിങ്ങുകൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം. പക്ഷേ വരുന്ന സമ്മറിൽ പ്രധാനപ്പെട്ട സൈനിങ്ങുകൾ നടത്താൻ റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും 2 പൊസിഷനുകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരു മികച്ച താരത്തെ കൊണ്ടുവരാൻ അവരിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഡാനി കാർവഹലിന് പരിക്കാണ്. അതുപോലെ തന്നെ ലുക്കാസ് വാസ്കസ് മോശം പ്രകടനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു RBയെ ഇപ്പോൾ റയലിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റർ മിഡ്ഫീൽഡർ റോളിലേക്ക് ഒരു താരത്തെ അവർക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം ടോണി ക്രൂസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ച് ഏകദേശം കരിയറിന്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറെ ഇപ്പോൾ റയലിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈ 2 പൊസിഷനുകൾ ശക്തിപ്പെടുത്താനാണ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.